നമ്മുടെ ഇന്നത്തെ വാക്യം സങ്കീർത്തനങ്ങൾ 91:1-2. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. സങ്കീർത്തനം 91:1-2 വാക്യങ്ങൾ. നമുക്ക് ഈ വാക്യങ്ങൾ ഗാനരൂപത്തിലാക്കിയാലോ? സങ്കീർത്തനം 91:1-2. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയുന്നു. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയുന്നു. സങ്കീർത്തനം 91:1-2 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകത്തിൽ ഒരു 16-ാം അധ്യായത്തിൽ നാം എബ്രാമ്യർക്ക് കിട്ടിയ അവകാശം നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നെ 17 വരുമ്പോൾ മനുഷ്യഗോത്രത്തിന് ലഭിച്ച ഓഹരിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 17-ാം അധ്യായം അതിൻ്റെ ആ തുടക്കത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെലോഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു. എന്നാൽ പുത്രിമാരായ മഗ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ അവർ തങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടുന്ന അവകാശം അവർ നേടിയെടുക്കുന്നതിൽ ബദ്ധശ്രദ്ധരായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കളിലെ പ്രധാന വ്യക്തിയായ യോശുവയ്ക്ക് ഏറ്റവും ഒടുവിലാണ് അവകാശം ലഭിച്ചത്. എല്ലാവർക്കും ഉള്ള ഓഹരി കൊടുത്തതിന് ശേഷമാണ് യോശുവ സ്വന്തം കാര്യം ചിന്തിച്ചത്. അതും യഹോവയുടെ കൽപ്പന അനുസരിച്ച് മാത്രം. യോശുവ 19-ാം അധ്യായത്തിൽ 49-50 വാക്യത്തിൽ നമുക്കത് കാണാവുന്നതാണ്. നേതാവായ യോശുവയും മഹാപുരോഹിതനായ എലയാസരും ഗോത്ര പ്രധാനികളും ഒരുമിച്ച് കൂടി സമാഗമന കൂടാരത്തിന് മുമ്പിൽ ദൈവസന്നിധിയിൽ വച്ചാണ് അത് ചീട്ടിട്ട് ദേശവിഭജനം നടത്തിയത്. യാതൊരു ഭിന്നാഭിപ്രായങ്ങളും കൂടാതെ ദേശവിഭജനം സുഗമമായി നടന്നു. 6 സങ്കേത നഗരങ്ങളെക്കുറിച്ച് 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ സംഖ്യാപുസ്തകം 35-10 വാക്യം, അതുപോലെ 30, പിന്നെ ആവർത്തനം 19:2-13 എന്നീ ഭാഗങ്ങളിലൊക്കെ നമുക്കത് കാണാനായിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ കൊന്നുപോയാൽ അവർക്ക് അഭയമായിരിക്കേണ്ടതിനാലാണ് ഈ സങ്കേത നഗരങ്ങൾ എല്ലാം ലേവ്യർക്ക് നൽകിയ പട്ടണങ്ങളിൽ ഉൾപ്പെട്ടതാണ്. യോശുവ 20-ാം അധ്യായത്തിൽ അത് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. സങ്കേത നഗരങ്ങളെക്കുറിച്ച് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. 6 സങ്കേത നഗരങ്ങൾ അത് ക്രിസ്തുവിനൊരു നിഴലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 കേദശ്, അതിൻ്റെ അർത്ഥം വിശുദ്ധം. നമ്മുടെ സങ്കേതമായ ക്രിസ്തു വിശുദ്ധനാണ്. 2 കൊരിന്ത്യർ 5:21 നമുക്കത് ദർശിക്കാൻ പറ്റും. 2 ശേഖം, തോൾ, ആധിപത്യം അവൻ്റെ തോളിലാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 ഹെബ്രോൻ, കൂട്ടായ്മ. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 1:3, 1 കൊരിന്ത്യർ 1:9 വാക്യം. അതുപോലെ 4 ബേസർ, അതിൻ്റെ അർത്ഥം കോട്ട. അത് ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് അവനൊരു കോട്ടയാണ്. സങ്കീർത്തനം 91:2 വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 5 രാമോത്ത്, അതായത് ഉന്നതം. ദൈവം അവനെ ഏറ്റവും ഉന്നതം ഉയർത്തിയിരിക്കുന്നു. ഫിലിപ്പിയർ നമുക്ക് 2-ാം അധ്യായത്തിൽ അത് കാണാനായിട്ട് സാധിക്കുന്നു. 6 ഗോല, അതായത് സന്തോഷം. ദൈവജനം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നു. ഫിലിപ്പിയർ 4:4. യേശു കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ സങ്കേതവും കോട്ടയും ആണ്. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 40 പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപ്പാർത്തു.
യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളിച്ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. വാക്യം ഒന്നും കൂടെ ഓർക്കാം. സങ്കീർത്തനം 91:1-2. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയുന്നു. യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയുന്നു. സങ്കീർത്തനം 91:1-2.